തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവുമെന്ന് CPI. ക്ഷേമാനുകൂല്യങ്ങൾ നൽകിയിട്ടും ഫലമെതിരായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്നും CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിമർശനം. മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും CPI സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, CPIയെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് വിശദമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ നടപടികളിൽ ശബരിമല വിവാദവുമൊക്കെ CPI അക്കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്തു സംസ്ഥാന നേതൃയോഗങ്ങളിലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും പ്രധാന അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ അവലോകനമായിരുന്നു. ജില്ലാ കൗൺസിലുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് സംസ്ഥാന തലത്തിൽ ഒരു അവലോകനം നടത്തിയത്. സമഗ്രമായ ഈ അവലോകനത്തിൽ CPI ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരത്തിലൊരു തോൽവിക്ക് കാരണമെന്നതാണ്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്, LDFനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള നിഗമനവും CPIക്കുണ്ട്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാര്യമായി പ്രതിഫലിച്ചു എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് സംശയമുണ്ടാക്കി. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നെന്ന പ്രതീതിയാണ് പുറത്തു വന്നത്. അത് UDF വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും ഉള്ള വിമർശനം ഉയർന്നു. ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിരുദ്ധ പ്രസ്താവനകളോടുള്ള ഒരു കാര്യമായ എതിർപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പായി മാറിയത് എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉയർന്ന അഭിപ്രായം. ഇതോടൊപ്പം തന്നെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അതായത് തിരുത്തൽ നടപടി എന്ന് പറയുകയും കാര്യമായ തിരുത്തൽ നടത്താതെ പോവുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ തിരുത്തൽ വേണം. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ പോയിട്ട് കാര്യമില്ല. ഫലപ്രദമായ തിരുത്തൽ നടപടി വേണം. അക്കാര്യം CPIഎമ്മിനോട് ആവശ്യപ്പെടാനുള്ള ധാരണയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുണ്ട്. മാത്രമല്ല, CPI ആണ് ഈ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ പാർട്ടി. അത് വാർഡ് ഉപതിരഞ്ഞെടുപ്പ് മൂലമുണ്ടായ ഒരു പ്രതികൂലാവസ്ഥയാണ് കാരണമെന്നാണ് ഉയർന്ന വിമർശനം. എല്ലാ ജില്ലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവരും അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. CPIഎമ്മും ഉദ്യോഗസ്ഥരും ചേർന്ന് വാർഡ് ഉപതിരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കി മാറ്റി. അതിന്റെ നഷ്ടം പേറേണ്ടി വന്നത് CPI ആണ്. CPIഎമ്മിന് ഗുണമുണ്ടായതുമില്ല, CPIക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടായി എന്നുമാണുള്ള ചർച്ചകളും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഉയർന്നു. ശ്രീജിത്ത്, ഈ ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവും ഒന്നും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്ന നിലയിലാണല്ലോ മുഖ്യമന്ത്രിയായാലും CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും CPIഎം നേതാക്കളുമെല്ലാം ആവർത്തിക്കുന്നത്. അങ്ങനെ CPI പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ശബരിമല വിവാദം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം CPIഎം നേതാക്കളുടെ മുഖത്ത് നോക്കി CPI പറയും എന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ പറയണമെന്നുള്ളൊരു വികാരവും അത്തരമൊരു ധാരണയുമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും സെക്രട്ടറി യോഗത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് സമിതികളിലും CPIയുടെ മുതിർന്ന നേതാക്കൾ അംഗങ്ങളായ സമിതിയാണ്. അവിടെ ഉണ്ടായ ഒരു ചർച്ചയും അവിടെ ഉണ്ടായ വികാരത്തിന്റെ ആകത്തുക LDF യോഗത്തിൽ അവതരിപ്പിക്കാനും LDFനെ അറിയിക്കാനുമുള്ള ബാധ്യത, രാഷ്ട്രീയ കടമ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനും LDFിലെ പ്രതിനിധികളായി പോകുന്ന മറ്റ് നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു വികാരം അറിയിക്കുക തന്നെ വേണം എന്നുള്ള കാര്യം ഈ വികാരത്തിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി CPIക്ക് പറയാനുണ്ട്. അതും അവരുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് CPI ചോദിക്കുന്നത്. ക്ഷേമാനുകൂല്യങ്ങൾ നൽകി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, കുടിശ്ശിക തീർത്തു, ഇതെല്ലാം നൽകിയിട്ടും പിന്നീടും കനത്ത തോൽവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഭരണത്തോടുള്ള എതിർപ്പാണ് എന്നുള്ള കാര്യമാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതോടുകൂടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിച്ചു. ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞില്ല. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടതും വലിയ തോതിൽ തിരിച്ചടിയായെന്ന് വിമർശനം CPIക്കകത്തുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.